ഉള്ളവരെയൊക്കെ ആ പ്രസ്ഥാനങ്ങളോ സ്ഥാപനങ്ങളോ ഒക്കെ സ്മരിക്കുന്നു എന്ന നിലയിലും ഓർമ്മകൾ നിലനിൽക്കും. അതും വളരെ പ്രധാനപ്പെട്ട അർത്ഥപൂർണമായ ഒന്ന് തന്നെയാണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറി എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഈ രണ്ട് ഓർമ്മകൾക്കുമുള്ള മൗലികമായ ഒരു പരാധീനതയെന്നോ സ്വഭാവവിശേഷമെന്നോ പറയാവുന്നത്, ഈ രണ്ട് ഓർമ്മകളിലും ഓർമ്മ ഒരു ഭൂതകാല സ്മരണയാണ്. പഴയകാലത്തെങ്ങോ ജീവിച്ചിരുന്ന, നമ്മോട് ബന്ധപ്പെട്ടിരുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തെ നാം ഓർക്കുന്നു. ഓർമ്മ അവിടെ പഴയ കാലത്തിലേക്കുള്ള ഒരു പോക്കാണ്. ഇതിൽ നിന്ന് മാറി നമുക്ക് ഓർമ്മയെ നമ്മുടെ കാലത്തിലേക്കും ഭാവിയിലേക്കും പ്രക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിൽ ഓർമ്മയെ നവീകരിക്കാൻ കഴിയും. ഒരു സാമൂഹ്യ ചിന്തകൻ അങ്ങനെയുള്ള ഓർമ്മയെ മെമ്മറി ഓഫ് പ്രാക്സിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രയോഗത്തിൻ്റെ ഓർമ്മ, പ്രവൃത്തിയായിത്തീരുന്ന ഓർമ്മ എന്ന് വേണമെങ്കിൽ പറയാം. വൈലോപ്പിള്ളി ഓണപ്പാട്ടുകാരിൽ ഓണത്തെ അങ്ങനെ ഒരു ഭാവിയിലേക്ക് പ്രക്ഷേപിക്കുന്നുണ്ട്. ആ വരവിങ്കൽ ഉണർന്ന് ചിരിപ്പൂ പൂവുകൾ, ഞങ്ങളുടെ സാക്ഷികളത്രേ പൂവുകൾ, പോവുക നാം എതിരേൽക്കുക നമ്മൾ ഒരുക്കുക നാളെയൊരോണം എന്ന് വൈലോപ്പിള്ളി എഴുതുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞു പോയൊരു ഓണത്തെക്കുറിച്ചല്ല, നാളെ നിർമ്മിച്ചെടുക്കേണ്ട ഒരു ഓണത്തെക്കുറിച്ച് ഓണം എന്ന ഓർമ്മയെ രൂപാന്തരപ്പെടുത്തുന്ന മലയാളത്തിലെ ചുരുക്കം കവിതകളിലൊന്നാണ് വൈലോപ്പിള്ളിയുടെ ഓണപ്പാട്ടുകൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കാരണം ഓർമ്മ ഒരു ഭൂതകാല സ്മൃതിയായി തീരുമ്പോൾ ഓർമ്മ എന്നത് ഭൂതത്തിൽ സ്തംഭിച്ച് നിൽക്കുന്ന ഒന്നായി മാറും. ഭാവിയിലേക്കുള്ള ഒരു പ്രവൃത്തിയായി, ഭാവിയിൽ തുടരുന്ന ഒന്നായി അതിനെ മാറ്റി തീർക്കുക എന്നതാണ് വാസ്തവത്തിൽ ഓർമ്മയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഉള്ളടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ ഭാവിയിലേക്ക് തുടരാൻ കെൽപ്പുള്ള, പ്രവൃത്തിയായി മാറാൻ കഴിയുന്ന, അതുകൊണ്ട് ഫലമുളവാക്കാൻ കഴിയുന്ന ഓർമ്മയാണ് വാസ്തവത്തിൽ ഗാന്ധിയുടെയും ഗുരുവിൻ്റെയും. നിശ്ചയമായും അവർ രണ്ടുപേരുടെയും പ്രവർത്തന മണ്ഡലങ്ങൾ തമ്മിലും അവരുടെ പ്രവൃത്തിയുടെ ആഘാതശേഷിയുടെ തലത്തിലുമൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഗാന്ധി 1915 ഇന്ത്യയിൽ വരുന്ന സമയത്ത്, തിരിച്ചെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് 45 വയസ്സ് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതിക്ക് മുകളിൽ നല്ല ഏതാണ്ട് 60% പിന്നിട്ട് കഴിഞ്ഞിട്ടാണ് ഗാന്ധി ഇന്ത്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. പങ്കജ് മിശ്ര അതേക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ആ 45 വയസ്സിനിടയിൽ എപ്പോഴെങ്കിലും ഗാന്ധി ഇന്ത്യയിലെ ദരിദ്രനായ ഒരു ഗ്രാമീണനെയോ ഒരു കർഷകനെയോ നേർക്ക് നേരെ കണ്ടിരുന്നു പോലുമില്ല എന്ന് ഗാന്ധിയെക്കുറിച്ച് പങ്കജ് മിശ്ര ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. ഗുരു അങ്ങനെ ഒരാളല്ല. ഗുരു ഇവിടെ ജനിച്ച് ഇവിടെ തന്നെ ജീവിച്ച് അല്പകാലത്തെ സിലോൺ യാത്ര മാറ്റിവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഇവിടെയായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും നമ്മൾ ഇന്ന് ഓർക്കുന്ന സമയത്ത് ഒരേ പ്രവൃത്തി ചെയ്തവർന്നോ ഒരേ ഫലമുളവാക്കിയവർന്നോ എന്ന നിലയിലല്ല. പക്ഷേ ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന വീക്ഷണത്തിൻ്റെ ആകമാനമുള്ള വ്യാപ്തിയിൽ ഒരാധുനിക സമൂഹത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ ചില വലിയ ഊന്നലുകളുണ്ട് എന്നതാണ് ഇന്ന് നമ്മെ സംബന്ധിച്ച് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതെന്ത് എന്നതിനെക്കുറിച്ച് എൻ്റെ ചില ആശയങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ മുഖ്യമായിട്ടും ഈ സംഭാഷണത്തിൽ ശ്രമിക്കുന്നത്. നമ്മുടെ ഒരു സമയക്രമീകരണത്തിനുള്ളിൽ വച്ച് വളരെ പ്രാഥമികമായ നിലയിൽ ഈ ആശയങ്ങൾ പറയാം എന്നേ കരുതുന്നുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള വിപുലമായ ഒരു ചർച്ചയ്ക്ക് വാസ്തവത്തിൽ നമ്മുടെ സമയക്രമീകരണത്തിൽ പരിമിതികളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്താണ് ഗാന്ധി ഇന്ത്യയിൽ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 1869 ജനിച്ച് 20 വയസ്സ് തികയും മുമ്പ് ഗാന്ധി ലണ്ടനിലേക്ക് പോയി. ബാരിസ്റ്റർ പരീക്ഷയെല്ലാം പാസ്സായി 1891 അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹം 2 വർഷക്കാലത്തോളം ഗുജറാത്തിലും സൂറത്തിലും ബോംബെയിലും വക്കീലായി പ്രാക്ടീസ് ചെയ്തു. അതിൽ അദ്ദേഹം വിജയിച്ചൊന്നുമില്ല. അദ്ദേഹം ഒരു ഇന്ത്യയിൽ വിജയിച്ച അഭിഭാഷകനല്ലായിരുന്നു. പിന്നീട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയും ഏതാണ്ട് 22 വർഷത്തോളം കഴിഞ്ഞ് 1915 ജനുവരി 9 അദ്ദേഹം മടങ്ങി വരികയും ചെയ്യുന്നു. അതിനിടയിൽ ഗാന്ധി ഒരുപാട് മാറി. ഗാന്ധി ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആയി തീരാനുള്ള പരിശീലനങ്ങളൊക്കെ ഇംഗ്ലണ്ടിൽ വെച്ച് നേടിയ ഒരാളാണ്. അദ്ദേഹം സായാഹ്ന സവാരിക്ക് പ്രത്യേകം ബോട്ട് തയ്പ്പിച്ച ഒരാളാണ്.
പാശ്ചാത്യ മാതൃകകൾ പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം പാശ്ചാത്യ രീതിയിൽ വയലിൻ വായിക്കാൻ പരിശീലിച്ചിരുന്നു. അദ്ദേഹം പാശ്ചാത്യ നൃത്തം പഠിച്ച ഒരാളാണ്. ഒരുപക്ഷെ ഗാന്ധിയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും അകലമുള്ളൊരു കാര്യമാണ് ഗാന്ധിക്ക് വെസ്റ്റേൺ ഡാൻസ് അറിയാമായിരുന്നു എന്നത്. അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു. അതെല്ലാം പരിശീലിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നത്, ദക്ഷിണാഫ്രിക്കയിൽ ചെല്ലുന്നത്. പക്ഷേ അദ്ദേഹം തീവണ്ടിയിൽ നിന്ന് പുറത്ത് എടുത്തെറിയപ്പെട്ടതോടെ ഗാന്ധി എടുക്കുന്ന നിർണായകമായ ഒരു തീരുമാനം ഈ എടുത്തെറിയപ്പെട്ടതിന് വഴങ്ങുകയല്ല, ഇതിനെ മാറ്റുകയാണ് വേണ്ടത് എന്ന ആ തീരുമാനമാണ് ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിപരമായ തീരുമാനമായിട്ട് മാറിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കയിലെ ജീവിതവും അവിടെ നടത്തിയ സമരങ്ങളും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തി പാശ്ചാത്യമായ വേഷവിധാനങ്ങളൊക്കെ അദ്ദേഹം ഉപേക്ഷിക്കുകയും അദ്ദേഹം ഇന്ത്യൻ വസ്ത്രത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. 1921 മധുരയിൽ വെച്ചാണ് രാംജി കൃഷ്ണജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വസതിയിൽ വെച്ചാണ് ആ വസ്ത്രവും അദ്ദേഹം ഉപേക്ഷിച്ച് ഒറ്റമുണ്ടിലേക്ക് അദ്ദേഹം മാറുന്നത്. 6 മാസക്കാലം പരീക്ഷിച്ചു നോക്കാം എന്ന് തീരുമാനിച്ചാണ് 1921 അദ്ദേഹം ഈ വസ്ത്രധാരണ രീതി സ്വീകരിച്ചതെങ്കിലും പിന്നെ മരണം വരെയും അദ്ദേഹം ആ വസ്ത്രം മാറ്റുകയുണ്ടായില്ല. ജോർജ് ആറാമൻ ചക്രവർത്തിയുമായുള്ള കൂടിക്കാഴ്ചയുടെ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ആരോ ചോദിക്കുന്നുണ്ട്, ചക്രവർത്തിയെ കാണാനും ഇതേ വസ്ത്രം തന്നെ ധരിച്ചാണോ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ഗാന്ധി പറഞ്ഞ കൗതുകമുള്ളൊരു മറുപടി, മറ്റേതെങ്കിലും വസ്ത്രം ധരിച്ചാൽ അത് ചക്രവർത്തിക്ക് ഒരു അപമാനമായിരിക്കും എന്നാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് ചക്രവർത്തിയെ ബഹുമാനിക്കാൻ ഈ വസ്ത്രം തന്നെ ധരിക്കണം എന്ന് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തു. എന്തായാലും എന്താണ് ഗാന്ധി ഇന്ത്യൻ ജീവിതത്തിൽ ചെയ്തത്? ഞാൻ 5 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയണം എന്ന് കരുതുന്നു ഗാന്ധിയുടെ ഇടപെടലിൻ്റെ ഫലങ്ങൾ എന്ന നിലയ്ക്ക്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെയും ദേശീയതാ സങ്കല്പത്തെയും മതനിരപേക്ഷമായ ഒന്നിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ കേന്ദ്രം ഗാന്ധിയായിരുന്നു. നിശ്ചയമായും ഗാന്ധിക്ക് മുമ്പ് ഇന്ത്യൻ ദേശീയതയുണ്ട്. ഗാന്ധിക്ക് മുമ്പ് ബാലഗംഗാധര തിലകനെ പോലെയുള്ള വലിയ ദേശീയ നേതാവ് നമുക്കുണ്ട്. ലജ്പത് റായ് ഉണ്ട്, ബിപിൻ ചന്ദ്രപാലുണ്ട്, അരവിന്ദ ഘോഷുണ്ട്, സ്വദേശി പ്രസ്ഥാനമുണ്ട്. 1880 മുതലെങ്കിലും ഒരു ആശയം എന്ന നിലയിൽ ദേശീയത ഇവിടെയുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ അതൊരു ജനകീയമായ അടിസ്ഥാനമുള്ള ഒന്നായി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇന്ത്യൻ ദേശീയതയെ നിർണയിച്ച ആധാര തത്വം അത് മതാത്മകമായ ഒരു ദേശീയ ഭൂതകാല സങ്കല്പമാണ്. മതാത്മകമായ ഹൈന്ദവം എന്ന് വിളിക്കപ്പെടുന്ന വാസ്തവത്തിൽ ബ്രാഹ്മണികവും വൈദികവുമായ ഒരു ഭൂതകാലത്തെ മുൻനിർത്തി ആദർശാത്മകമായ ഒരു പരിവേഷം ഇന്ത്യൻ ദേശീയതയ്ക്ക് നൽകിക്കൊണ്ട് ഒരർത്ഥത്തിൽ ആ ഭൂതത്തിൻ്റെ പുനഃസ്ഥാപനം എന്ന നിലയിൽ കൂടിയാണ് ദേശീയ പ്രസ്ഥാനം വികസിക്കുന്നത്. അക്കാലത്തെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സംവാദങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആശയം പല നിലയിൽ കടന്നു വരുന്നത് കാണാൻ പറ്റും. ബ്രിട്ടീഷ് പ്രിവി കൗൺസിലുകൾക്ക് തുല്യമാണ് വേദങ്ങളിലെ സഭകൾ എന്ന് പറയുന്നത് ചെറിയ ആളൊന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചരിത്രകാരനായിരുന്ന KP ജയ്സ്വാളാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പോളിറ്റിയിൽ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന സഭകൾ ആധുനിക ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് തുല്യമാണ് എന്ന് വാദിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാദഗതികൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഉള്ളടക്കമായി തീർന്ന ഒരു ഘട്ടമാണ്. RK മുഖർജിയെ പോലെ, ജയ്സ്വാളിനെ പോലെ, RC മജുംദാറെ പോലെയൊക്കെയുള്ള ആളുകൾ, തിലകനെ പോലെയുള്ള ആളുകളൊക്കെ ഇന്ത്യയുടെ ഭൂതകാലത്തെ ആധുനിക ലോകത്തിന് തത്തുല്യമായ ഒന്നായി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും അങ്ങനെ വൈദികമായ ഒരു ബ്രാഹ്മണികമായ ഒരു പരിസരത്തിൽ ഇന്ത്യയുടെ ഭൂതകാലത്തെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തുകൊണ്ടാണ് ദേശീയത എന്ന ആശയത്തെ അതിൽ സൃഷ്ടിച്ചെടുത്തത്. വാസ്തവത്തിൽ നമ്മൾ ഇന്ന് നേരിടുന്ന ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനപരമായ വേരുകൾ അവിടെ തുടങ്ങുന്നതാണ്. പലപ്പോഴും നമ്മൾ കരുതുന്നത് ജനസംഘത്തിൻ്റെ വരവോടെയോ അല്ലെങ്കിൽ പിൽക്കാലത്ത് BJPയുടെ വരവോടെയോ അല്ലെങ്കിൽ 1925 RSS പോലെയുള്ള സംവിധാനങ്ങളുടെ രൂപപ്പെടലോ അതിനും കുറച്ചു മുമ്പ് ഹിന്ദു മഹാസഭയുടെ വരവ് മുതലോ ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ഹിന്ദുത്വം എന്ന ആശയത്തെ രാഷ്ട്രീയമായി മനസ്സിലാക്കുക.
രാഷ്ട്രീയമായ സംഘടനാ രൂപം അവയ്ക്ക് കൈവരുന്നത് ഈ കാലങ്ങളിലൊക്കെ ആണെങ്കിലും വാസ്തവത്തിൽ ഇതിൻ്റെ വേര് കുറെ കൂടി പഴക്കമുള്ളതാണ്. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി മുതൽ ഒരു ഭാഗത്ത് പൗരസ്ത്യവാദത്തിൻ്റെയും മറുഭാഗത്ത് ദേശീയവാദത്തിൻ്റെയും കൂടിക്കലറിലൂടെ സൃഷ്ടിക്കപ്പെട്ട വളരെ കൃത്രിമമായ ഒരു ദേശീയ ഭൂതസങ്കല്പമാണ്. ഒരു ഗോൾഡൻ പാസ്റ്റ് എന്ന് പറയുന്ന ഒന്ന് സങ്കല്പിക്കപ്പെടുകയും സമകാലികമായ കൊളോണിയൽ അധിനിവേശത്തിനെതിരായ ഒരു പ്രതിരോധമുഖം പോലെ ഈ ഭൂതകാലത്തിൻ്റെ മഹിമ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത് വാസ്തവത്തിൽ ഇന്ത്യൻ ജനതയ്ക്കുള്ളിലുണ്ടാക്കിയ പിളർപ്പാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ മതപരമായ ധ്രുവീകരണത്തിന് വഴിവെച്ച ആധുനികമായ ഘടകങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ ഈ പ്രശ്നത്തെ ആദ്യം തിരിച്ചറിയുന്ന നമ്മുടെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒന്നാമത്തെ ആൾ ഗാന്ധിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലെ പിളർപ്പ് മതപരമായൊരു വിഭജനമാണ് എന്ന് തിരിച്ചറിയുകയും അതിനെ പരിഹരിക്കാൻ മറികടക്കാൻ തൻ്റേതായ നിലയിൽ ചില പരിശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയും ചെയ്തു. ആ പരിശ്രമങ്ങൾ നേരിട്ട് നടത്തിയ പരിശ്രമങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൂടാ. ഒന്ന് ഖിലാഫത്താണ്, രണ്ട് ഹിന്ദുസ്ഥാനിയെ ദേശീയ ഭാഷയാക്കാൻ ഗാന്ധി നടത്തിയ ശ്രമങ്ങളാണ്. രണ്ടും അദ്ദേഹത്തിന് അധികം വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഗാന്ധി കൊണ്ടുവന്ന സുപ്രധാനമായ മാറ്റം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ ബ്രിട്ടനിൽ നിന്നുള്ള ഔപചാരിക സ്വാതന്ത്ര്യം എന്ന നിലയിൽ കാണുകയും 1857 മുതലുള്ള ധാരാളം കലാപങ്ങളെ അല്ലെങ്കിൽ മധ്യകാല നാടുവാഴിത്തത്തിൻ്റെയും രാജവാഴ്ചയുടെയും അവശിഷ്ടാധികാരങ്ങളെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ അടക്കം സ്വാതന്ത്ര്യ പ്രക്ഷോഭമായി കാണുന്ന ഒരു രീതിയിൽ നിന്ന് മാറി സ്വാതന്ത്ര്യം എന്നത് അവസാനത്തെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നത് അന്ത്യജൻ എന്ന ആശയം. ബുർഹാൻ ഹബീബ് ഗാന്ധിയെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് പകരം അടിസ്ഥാനപരമായ ഭൗതിക പ്രശ്നങ്ങളെ സമരകേന്ദ്രമാക്കുക എന്നതായിരുന്നു ഗാന്ധിയുടെ തന്ത്രം. അത് ഉപ്പിൻ്റെ നികുതി കൊടുക്കില്ല എന്നുള്ളതാവാം, കർഷകർക്ക് വിളവിന് വില കിട്ടണമെന്നാകാം, സ്വദേശി വസ്ത്രം എന്നാകാം, സ്വദേശി വിദ്യാഭ്യാസം എന്നാകാം. ഈ പ്രശ്നങ്ങൾക്കുള്ള മൗലികമായ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കർഷകർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി സമരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വരുന്നതോടെ, പൊളിറ്റിക്കൽ ഏജൻസി കർഷകർക്ക് കൈവരുന്നതോടെ കർഷകർ ജാതിക്കും മതത്തിനും പ്രദേശത്തിനും ഭാഷയ്ക്കും കുറുകെ നീങ്ങുന്ന ആധുനികമായൊരു രാഷ്ട്രീയ നിർവാഹകത്വമുള്ള ഒരു പുതിയ വിഭാഗമായി മാറുന്നു. അതുവരെ അങ്ങനെയല്ല. ഒന്നുകിൽ മധ്യവർഗത്തിൽപ്പെട്ട ഉപരിജാതികളിൽപ്പെട്ട വിഭാഗക്കാർ, അല്ലെങ്കിൽ ഭൂപ്രഭുക്കളുടെ പാരമ്പര്യമുള്ള പഴയ നാടുവാഴ്ത്ത പാരമ്പര്യത്തിൻ്റെ തുടർച്ചക്കാർ, ഇവരെല്ലാം, അല്ലെങ്കിൽ മതാത്മക ഭൂതകാലത്തിൽ വലിയ തോതിൽ ആവേശം കൊള്ളുന്ന മനുഷ്യർ, ഇങ്ങനെയുള്ളവരുടെ മുൻകൈയിൽ നിന്ന ദേശീയതാ സങ്കല്പത്തെ കീഴ്ത്തട്ടിലെ സാധാരണ മനുഷ്യരിലേക്ക്, കർഷകരിലേക്ക്, തൊഴിലാളികളിലേക്ക്, കീഴ്ത്തട്ടിൽ പണിയെടുക്കുന്ന മനുഷ്യരിലേക്ക് ദേശീയത എന്ന സങ്കല്പത്തെ കൂട്ടിവിളക്കുകയും അങ്ങനെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന മതാത്മകതയിൽ നിന്ന് മതനിരപേക്ഷം എന്ന് പറയാവുന്ന ആധുനികമായ ഒരു ഉള്ളടക്കത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നതാണ് ഗാന്ധിയുടെ ഇടപെടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ നിലനിന്ന ദേശീയതാ സങ്കല്പം തന്നെയാണ് തുടർന്നിരുന്നതെങ്കിൽ സംശയരഹിതമായും ഒരു ഹിന്ദു രാഷ്ട്രം എന്നത് 40കളിൽ തന്നെ സ്ഥാപിതമാകുന്ന സ്വാഭാവിക രീതിയായിരുന്നു ഇവിടെ. ഇപ്പം തിലകനെ പോലെ ഒരാൾ, ലാലാ ലജ്പത് റായ് കൊളംബിയ സർവകലാശാലയിൽ ചെന്ന് അംബേദ്കറോട് പറയുന്നുണ്ട്, അങ്ങ് ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി സഹകരിക്കണം എന്ന് പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം അംബേദ്കർ ലാലാ ലജ്പത് റായോട് പറഞ്ഞത്, 150-200 കൊല്ലം ബ്രിട്ടീഷുകാർ നിങ്ങളെ അടക്കി ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ അസ്വീകാര്യമായി തീരുന്നു. 2000 കൊല്ലമായി നിങ്ങൾ ഞങ്ങളെ അടക്കി ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് അസ്വാഭാവികത ഒന്നും തോന്നിയില്ലല്ലോ എന്ന് ചോദിക്കുകയും ലജ്പത് റായിയോട് വിമർശനാത്മകമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നം ഗാന്ധി തിരിച്ചറിയാൻ തുടങ്ങുന്നത് പിന്നീട് ഒരു ഘട്ടത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മതപരമായ ഒരു ദേശീയതാ യുക്തിക്ക് അപ്പുറത്തേക്ക് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ, കർഷകരുടെ വിളവിനുള്ള വില കിട്ടുക എന്നുള്ളതോ, സ്വദേശി ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതോ, ഉപ്പിന് നികുതി കൊടുക്കുക എന്നുള്ളതോ, ഗാന്ധി നേരിട്ട് സെക്യുലർ എന്നുള്ള വാക്കൊന്നും പറഞ്ഞിട്ടല്ല, പക്ഷെ മനുഷ്യരുടെ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങുക, അബ്സ്ട്രാക്റ്റായ പൊളിറ്റിക്കൽ സ്ലോഗൻസ് മാത്രം ഉന്നയിക്കാതിരിക്കുക, കീഴ്ത്തട്ടിലേക്ക്
അടക്കുക എന്നത് ഗാന്ധി ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സച്ചിമാഷ് ഒരിക്കൽ എഴുതുന്നുണ്ട്, ശബ്ദമില്ലാത്ത മുഴുവൻ മനുഷ്യർക്കും ശബ്ദം നൽകാൻ ഗാന്ധിക്ക് കഴിഞ്ഞു. പൊളിറ്റിക്സ് എന്ന് പറയുന്നതിൻ്റെ ലാർജർ സെൻസിബിലിറ്റിയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം അവസാനത്തെ മനുഷ്യന് ശബ്ദം നൽകുക എന്നുള്ളതാണ്. അങ്ങനെ അവസാനത്തെ മനുഷ്യന് ശബ്ദം നൽകിക്കൊണ്ട് ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന ഗ്രാമീണരായ മനുഷ്യരെ, കർഷകരായ മനുഷ്യരെ, തൊഴിലാളികളായ മനുഷ്യരെ, അവരുടെ രാഷ്ട്രീയ നിർവാഹകത്വത്തെ ആദ്യമായി നമ്മുടെ ദേശീയ പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റി എന്നതാണ് ഗാന്ധിയുടെ ഇടപെടലിൻ്റെ രണ്ടാമത്തെ സുപ്രധാനമായ ഒരു തലമായി കാണേണ്ടത്. മതനിരപേക്ഷത എന്നതുപോലെ തന്നെ. അതുകൊണ്ട് 1920-കൾക്ക് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം മാറി, ഇന്ത്യയുടെ സാമൂഹ്യ ഉള്ളടക്കം മാറി. അപ്പോൾ 1920-കളുടെ അവസാനമാകുമ്പോഴേക്കും പുതിയ ഒരു കൂട്ടം സംഘടനകൾ വരുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ആ ഘട്ടത്തിലാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വരുന്നത്, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ വരുന്നത്, ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ വരുന്നത്. യുവാക്കൾ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, സ്ത്രീകൾ, ഇവരുടെയൊക്കെ സംഘടനകൾ ഉയർന്നു വരികയും കർഷക പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഉയർന്നു വരികയും ഒക്കെ ചെയ്യുന്നു. അതുവരെ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തെ നിർണയിച്ചിരുന്ന സുപ്രധാന ഘടകങ്ങൾ പലതും പിൻവാങ്ങുകയും അതുവരെ ഇല്ലാതിരുന്ന ആധുനികമെന്ന് വിളിക്കാവുന്ന രാഷ്ട്രീയ കർത്തൃത്വങ്ങൾ ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നത് ഈ 20-കളിലാണ്. അതിൻ്റെ സുപ്രധാനമായ ഒരു ഘടകം ഏറ്റവും കീഴ്ത്തട്ടിലെ ഗ്രാമീണരിലേക്കും തൊഴിലാളികളിലേക്കും ഏറ്റവും താഴെയുള്ള മനുഷ്യരിലേക്കും നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയ കടന്നു ചെന്നു എന്നതാണ്. ആ കടന്നു ചെല്ലലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി നിന്നത് ഗാന്ധിയാണ്. ഒപ്പം തന്നെ മൂന്നാമത്തെ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം ഏറ്റവും വലിയ കരുതലോടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചൊരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രബലങ്ങളായ രണ്ട് മതങ്ങൾ എന്ന നിലയ്ക്ക് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള ഐക്യം ഉണ്ടാവുക എന്നതാണ്. ഇതിനുവേണ്ടിയാണ് അദ്ദേഹം ഖിലാഫത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഖിലാഫത്തിനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കുന്നതിനോട് അന്ന് ഏറ്റവും വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളുകളിൽ ഒരാൾ ഇന്ന് കൗതുകം തോന്നുന്ന മുഹമ്മദ് അലി ജിന്നയാണ്. ജിന്ന കരുതിയത് ഖിലാഫത്ത് എന്ന് പറയുന്നത് തുർക്കിയിലെ ഖലീഫയെ അഖില ലോക മുസ്ലിങ്ങളുടെ തലവനാക്കി മാറ്റണമെന്ന മുദ്രാവാക്യം ഏതെങ്കിലും നിലയിൽ ഒരു ദേശീയ സ്വഭാവമുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കമുള്ള മുദ്രാവാക്യമല്ല, അത് തികച്ചും മതാത്മകമായ മുദ്രാവാക്യമാണ്, അത് ദേശീയ പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ല എന്നതായിരുന്നു ജിന്നയുടെ കാഴ്ചപ്പാട്. പക്ഷെ ഗാന്ധി അതിനെ സ്വീകരിച്ചതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3-4 പതിറ്റാണ്ട് കാലത്തെ ഇന്ത്യൻ ദേശീയതയുടെ വികാസത്തിൽ ഉള്ളിലുണ്ടായ ഏറ്റവും വലിയ പിളർപ്പ് ഹിന്ദു മുസ്ലിം വിഭജനമായിരുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള ആളുകൾ ദേശീയ പ്രസ്ഥാനം വഴിയല്ല, മറിച്ച് ആധുനിക വിദ്യാഭ്യാസം വഴിയാണ് മുസ്ലിങ്ങൾ പുരോഗമിക്കേണ്ടത് എന്ന നിലപാടെടുക്കുകയും അലിഗഡ് സർവകലാശാലയുടെ സ്ഥാപനത്തിലേക്കൊക്കെ നീങ്ങുകയും ചെയ്യുന്നത് ദേശീയ പ്രസ്ഥാനത്തിൽ ഇൻഹറന്റ് ആയിട്ടുണ്ടായിരുന്ന ഈ ഹിന്ദുത്വപരമായ ഉള്ളടക്കമാണ്. ഇതിനെ മറികടക്കാതെ വാസ്തവത്തിൽ ഇന്ത്യയെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന സുപ്രധാനമായ ഒരു ബോധ്യം ഗാന്ധിക്കുണ്ടായിരുന്നു. ആ ബോധ്യം അദ്ദേഹം പല രൂപത്തിൽ തൻ്റെ പ്രവൃത്തിയിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം അതിനെ ആത്മീയമായ പ്രതലങ്ങളിലേക്ക് ഉയർത്തി, നൈതികമായ പ്രതലങ്ങളിലേക്ക് ഉയർത്തി, നിശ്ചയമായി രാഷ്ട്രീയമായ പ്രതലങ്ങളിലേക്കും ഉയർത്താൻ ശ്രമിച്ചു. ഒരുപക്ഷെ ഗാന്ധിയുടെ ജീവിതത്തിലുടനീളം അദ്ദേഹം മാറ്റമില്ലാതെ കൊണ്ട് നടക്കാം. കാരണം ഗാന്ധി മാറിക്കൊണ്ടിരുന്ന ഒരാളാണ്. 1920-കളിൽ ഗാന്ധി പറയുന്ന മിക്കവാറും കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം 40-കളാവുമ്പോഴേക്കും മാറുന്നുണ്ട് എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അത് മതത്തെക്കുറിച്ചായാലും ജാതിയെക്കുറിച്ചായാലും സത്യഗ്രഹത്തെക്കുറിച്ചുള്ള ആശയമായാലും അഹിംസയെക്കുറിച്ചുള്ള ആശയമായാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ 33 വർഷക്കാലത്ത് ഇന്ത്യൻ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ലാത്ത അടിസ്ഥാന ആശയങ്ങളിലൊന്ന് ഹിന്ദു മുസ്ലിം ഐക്യം എന്നതാണ്. അതിനുവേണ്ടി പല പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഖിലാഫത്താണെങ്കിൽ അവസാനത്തേതാണ് സ്വാതന്ത്ര്യപ്രാപ്തിയുടെ സമയത്ത് ഹിന്ദുസ്ഥാനിയെ ദേശീയ ഭാഷയാക്കണം എന്ന നിലപാട്. ഗോഡ്സെ ഷിംല കോടതിയിൽ നൽകുന്ന ആ പ്രസ്താവനയിൽ ഗാന്ധിയെ വധിക്കുന്നതിൻ്റെ പല കാരണങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ബാസ്റ്റാർഡ് ലാംഗ്വേജ് എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, തന്തയില്ലാത്ത ഭാഷ. ഈ ഭാഷയെ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ഗാന്ധി ശ്രമിച്ചു എന്നതാണ്. ഹിന്ദിയല്ല, ഹിന്ദി എന്നത് സംസ്കൃതം കലർന്ന് ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട സംസ്കൃതീകരിക്കപ്പെട്ട ഒന്നാണെന്നും അതിന് പകരം ഉറുദുവിലെ പദങ്ങൾ വലിയ തോതിൽ കൂടിക്കലർന്ന് രണ്ട് മതങ്ങൾ, രണ്ട് സംസ്കാരങ്ങൾ കൂടിച്ചേർന്ന ഒരു ഭാഷാ സ്വരൂപമാണ് ഹിന്ദുസ്ഥാനിയുടേതെന്നാണ് ഗാന്ധി കരുതിയത്. അതുകൊണ്ട് ഹിന്ദുസ്ഥാനി പ്രധാനമാകണമെന്ന വീക്ഷണവും അദ്ദേഹം
ഉയർത്തുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഇങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഗാന്ധിയുടെ ശ്രമം വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നാം ഇന്നും ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ആ ഗാന്ധിയുടെ നിക്ഷേപങ്ങളിലൊന്ന് ഈ മൂന്നാമത്തെ ഘടകമാണ് എന്ന് ഞാൻ കരുതുന്നു. നാലാമത്തേത് ഒരുപക്ഷെ തൻ്റെ ജീവിതം കൊണ്ട് ഗാന്ധി ചെയ്ത ഏറ്റവും വലിയ കാര്യം അദ്ദേഹം വർഗീയതയ്ക്കെതിരെ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത സമരമാണ്. ബുർഹാൻ ഹബീബ് ഗാന്ധിയെക്കുറിച്ചുള്ള തൻ്റെ പ്രബന്ധം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താണ് ഗാന്ധി നമുക്ക് നൽകുന്ന സന്ദേശം? അദ്ദേഹം പറയുന്നത്, നിർണായകമായ നിമിഷങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നതാണ് ഗാന്ധിയുടെ സന്ദേശം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിഭജനത്തിൻ്റെ സമയത്ത് വിഭജനം ചോരപ്പുഴയായി മാറുമെന്ന് ആദ്യമേ മനസ്സിലാക്കുകയും അതിനെതിർക്കുകയും ചെയ്ത ഒരേ ഒരാൾ ഗാന്ധിയാണ്. വിഭജനം കൊണ്ട് 4-5 ലക്ഷം പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനചലനം ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് കരുതിയത്, ബ്രിട്ടീഷ് ഗവൺമെൻറ് കരുതിയത്, ജിന്ന കരുതിയത്, മുസ്ലിം ലീഗ് കരുതിയത്. അല്ലാതെ വിഭജനം ഒരു ഭീമാകാരമായ ലഹളയായി മാറാൻ പോകുന്നു എന്നാരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഫലത്തിൽ എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോടിയിലധികം ആളുകൾ അഭയാർത്ഥികളായി, 2 ലക്ഷം മുതൽ 10 ലക്ഷം വരെ പേർ എന്നാണ് കണക്കുകൾ പറയുക. അത്രയും പേരെങ്കിലും കൊല ചെയ്യപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ലോകത്തുണ്ടായ ഏറ്റവും വലിയ വർഗീയമായ കൂട്ടക്കൊല ഇന്ത്യ വിഭജനത്തിൻ്റെ സന്ദർഭത്തിലാണ്. ഇതുണ്ടായ സന്ദർഭത്തിൽ ഇതിനെ ചെറുക്കാൻ നവഖാലിയിൽ അദ്ദേഹം നടത്തുന്ന യാത്രകളുണ്ട്, കൽക്കട്ടയിലെ നിരാഹാര സമരമുണ്ട്, ഡൽഹിയിലെ നിരാഹാര സമരമുണ്ട്. ഏറ്റവും ഒടുവിൽ തൻ്റെ ജീവൻ തന്നെ ബലി നൽകിക്കൊണ്ട് വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ ഗാന്ധിയിൽ നിന്ന് ഇന്ന് നാം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ നൈതികമായ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഈ ഒരു ഘടകമാണ് എന്ന് ഞാൻ കരുതുന്നു. അത് മതത്തെക്കുറിച്ച് തന്നെയുള്ള ഗാന്ധിയുടെ വലിയ ഒരു പുനരാലോചനയും അതിലടങ്ങിയിട്ടുണ്ട്. ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ എന്നെല്ലാം അദ്ദേഹം 1920-കളിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ഗാന്ധി തന്നെ മതമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള മതത്തെ അല്ല താൻ സൂചിപ്പിക്കുന്നത്. മതം എന്നത് വലിയ തോതിലുള്ള ഒരു ധാർമ്മിക ആശയമാണ് എന്നതിലേക്ക് തൻ്റെ ആശയത്തെ വികസിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൗതുകകരമായി തോന്നാവുന്ന ഒരു കാര്യം, ഈ പോയിന്റിൽ അംബേദ്കർ എത്തിച്ചേരുന്നുണ്ട്. 1953-54 ഘട്ടത്തിൽ ബുദ്ധമതത്തിലേക്ക് നീങ്ങിയതിനു ശേഷം അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ജനാധിപത്യം എന്ന് പറയുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നതാണ്. ഞാനിത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് സ്വീകരിച്ചു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനിത് സ്വീകരിച്ചത് ബുദ്ധമിൽ നിന്നാണ്, ബുദ്ധമതത്തിൽ നിന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നോട്ട് ഫ്രം പൊളിറ്റിക്കൽ സയൻസ് ബട്ട് ഫ്രം റിലീജിയൻ. ആൻഡ് വിത്തൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ അംബേദ്കർ മതം എന്ന് ഉപയോഗിക്കുന്നത് മതം നൽകുന്ന ഈ ധാർമ്മികമായ ശേഷി സാമൂഹ്യ ജീവിതത്തെ കൂട്ടിയിണക്കാൻ അനിവാര്യമാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ്. ഈ ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ ഗാന്ധിയിൽ നമുക്ക് വളരെ പ്രകടമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മതത്തെ അതിൻ്റെ നൈതികമായ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും മതത്തെ സാമൂഹ്യ വിഭജനമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളോടും വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷെ മതജീവിതം എന്താകണമെന്നതിന് ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ഉത്തരം ഗാന്ധി തൻ്റെ ജീവിതം കൊണ്ട് നൽകിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഗാന്ധിയുടെ അവസാന ദിവസങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതബോധത്തിൻ്റെ തന്നെ വലിയ പരീക്ഷണശാല ആയിട്ടാണ് അദ്ദേഹം സ്വയം കണ്ടത്. പ്രത്യേകിച്ചും ഡൽഹിയിൽ തിരിച്ചെത്തിയ 1947 സെപ്റ്റംബർ 9 മുതൽ 48 ജനുവരി 30 വരെയുള്ള 144 ദിവസം തൻ്റെ മതബോധത്തിൻ്റെ പരീക്ഷണശാല കൂടിയായിട്ടാണ് അദ്ദേഹം ഡൽഹി ജീവിതത്തെ കാണുകയും ചെയ്തത്. അങ്ങനെ ഈ വർഗീയതക്കെതിരായ സമരം, രാജ്യത്തെ പിളർക്കുന്ന വർഗീയതക്കെതിരെ മതത്തിൻ്റെ തന്നെ നൈതികാടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഈശ്വര അല്ലാ തേരേ നാം എന്ന് പറയുന്ന ആ ഒരു വിപുലമായ മാനവിക ബോധത്തിലേക്ക് മതത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം, ഇത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലെ 4ാമത്തെ സുപ്രധാനമായ ഒരു ഘടകമാണ് എന്ന് ഞാൻ കരുതുന്നു. 5ാമത്തേത് ആധുനികത എന്ന് നാം സാമാന്യേന വിളിച്ചു വരുന്ന മുതലാളിത്ത ആധുനികതയോടുള്ള ഗാന്ധിയുടെ വിമർശനമാണ്. ഗാന്ധി ആധുനിക വിരുദ്ധനാണ് എന്ന് പലരും പറയാറുണ്ട്. ഗാന്ധി
ജാതിവാദിയാണ്, വംശീയവാദിയാണ്, ശാസ്ത്രവിരോധിയാണ്, ആധുനിക വിരുദ്ധനാണ് എന്നെല്ലാം ധാരാളമായിട്ട് പറയാറുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നാം കാണാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനികത എന്ന് നാം പുറമെ വിളിക്കുന്നതിൻ്റെ ഹൃദയം വാസ്തവത്തിൽ മുതലാളിത്തമാണ്. സമീർ അമീൻ അതേക്കുറിച്ച് എഴുതുന്ന ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ആധുനികത അതിൻ്റെ ഉത്ഭവത്തിലും വികാസ ചരിത്രത്തിലും ഉടനീളം മുതലാളിത്തത്തോടൊപ്പമായിരുന്നു. ആധുനികതയുടെ ഹൃദയതത്വങ്ങളായി വികസിച്ചു വന്ന വ്യക്തി സങ്കല്പമാകട്ടെ, നേഷൻ സ്റ്റേറ്റ് ദേശരാഷ്ട്ര സങ്കല്പമാകട്ടെ, അതിൻ്റെ പുരോഗതിയാകട്ടെ, അതിൻ്റെ വികസന യുക്തിയാകട്ടെ, മുതലാളിത്തത്തിൻ്റെ മൂലധന താല്പര്യങ്ങളുമായി ആഴത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നതായി. ഈ കെട്ടുപിണയിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തെളിഞ്ഞു കിട്ടണമെന്നില്ല. അതുകൊണ്ട് പലപ്പോഴും മുതലാളിത്തത്തിനെതിരായ വിമർശനം മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥക്കെതിരായ വിമർശനമായി നിൽക്കുമ്പോഴും അത് ജന്മം നൽകിയ ഇതര മൂല്യങ്ങളോട്, ജീവിത വ്യവഹാരങ്ങളോട് മിക്കവാറും വിമർശനരഹിതമായി തീർന്നു. വാസ്തവത്തിൽ ലോകത്ത് ഇടതുപക്ഷപരെന്നോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന രാഷ്ട്രീയ പ്രയോഗങ്ങൾക്ക് സംഭവിച്ച ഒരു പരാധീനത അതാണ്. അത് മുതലാളിത്തത്തെ മാർക്സ് ഒരു ഘട്ടത്തിൽ ഇത് പറയുന്നുണ്ട്. കാരണം പക്ഷെ 19-ാം നൂറ്റാണ്ടിൽ മാർക്സിനെ സംബന്ധിച്ച് മുതലാളിത്തത്തിൻ്റെ ആധുനികമായ പ്രകൃതത്തെക്കാൾ അതിൻ്റെ സാമ്പത്തിക ചൂഷണത്തെ മുൻപിൽ നിർത്തണമായിരുന്നു. എങ്കിലും മാനിഫെസ്റ്റോയിൽ മാർക്സ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ബൂർഷ്വാസി സ്വന്തം മാതൃകയിലാണ് ലോകത്തെ നിർമ്മിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ബൂർഷ്വാസി നിർമ്മിക്കുന്ന ലോകം ഒരു സാർവദേശീയ ലോകമല്ല. ബൂർഷ്വാസി നിർമ്മിക്കുന്ന ലോകം ഒരു സാർവദേശീയ മാനവികതയുടെ ലോകമല്ല, ബൂർഷ്വാ ലോകമാണ്. അതിലെ വ്യക്തി സങ്കല്പം, കുടുംബ സങ്കല്പം, പുരോഗതി സങ്കല്പം, രാഷ്ട്രസങ്കല്പം, ഇതെല്ലാം തന്നെ മുതലാളിത്ത ആധുനികതയുമായി കെട്ടുപിണഞ്ഞ് മൂലധന ബന്ധങ്ങളാൽ കുടുങ്ങിക്കിടക്കുന്ന ഒന്നായിരുന്നു. ഇത് തൻ്റെ സഹജമായ ശേഷി കൊണ്ട് ഗാന്ധി തിരിച്ചറിയുകയും അതിനോട് ഗാന്ധി വിമർശനാത്മകമായ നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ട്. അഖിൽ പിൽഗ്രാമി അതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, മാർക്സിനും ഗാന്ധിക്കും ഇടയിലുള്ള മീറ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യവൽകൃതമല്ലാത്ത മനുഷ്യ ജീവിതം എന്നതായിരുന്നു രണ്ടുപേരുടെയും താല്പര്യം. ആ അന്യവൽക്കരണത്തിലേക്ക് വഴിവെക്കുന്ന ഭരണകൂട സങ്കല്പങ്ങളോട്, വ്യക്തി സങ്കല്പങ്ങളോട്, കുടുംബഘടനയോട്, മതത്തോട്, സർവ്വതിനോടും ഗാന്ധി ഇൻഡ്യൂറ്റീവായി ഒരു തരത്തിൽ അന്തർജ്ഞാനപരമായി തന്നെ ഗാന്ധി പ്രതിരോധം ഉയർത്തിക്കൊണ്ടിരുന്നു. ഞാൻ ഒറ്റ പോയിന്റ് മാത്രം പറയാം. ചരിത്രത്തെക്കുറിച്ച് ഗാന്ധി സാന്ദർഭികമായി പറയുന്ന ഒരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രം എന്ന് പറയുന്നത് മാനുഷികമായ സ്നേഹത്തിൻ്റെ സമതുലിതമായ വിനിമയത്തിലുണ്ടാകുന്ന ഇടർച്ചകളാണ്. ഗാന്ധിത്യം പറയും, മാനുഷികമായ സ്നേഹത്തിന്റെ സമതുലിതമായ വിനിമയം നമുക്കിടയിൽ നടക്കുമ്പോൾ അത് ചരിത്രമല്ല, മറിച്ച് ഒരു യുദ്ധം വന്നാൽ, ഒരു കലാപം വന്നാൽ, ഒരു പ്രക്ഷോഭം വന്നാൽ, കൂട്ടക്കൊല വന്നാൽ, രക്തചൊരിച്ചിൽ വന്നാൽ നിശ്ചയമായും ചരിത്രമാണ്. പിന്നെ ഗാന്ധി പറയുന്നുണ്ട്, ചരിത്രം ഇല്ല എന്നുള്ളത് ഗാന്ധിയുടെ ഇന്ത്യയുടെ ഒരു പോരായ്മയല്ല, ഇന്ത്യയുടെ ഗുണമാണ്. കാരണം ചരിത്രം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും ആണുങ്ങളുടെയും ലോകമാണ്. പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി ഇക്കാലത്ത് ഉന്നയിക്കാനിരുന്ന വിമർശനം ഗാന്ധി 30കളിൽ പറയുന്നുണ്ട്. ഇത് അധികാരത്തിൻ്റെ ചരിത്രമാണ്, ആണുങ്ങളുടെ ചരിത്രമാണ്, അതില്ല എന്നുള്ളതൊരു ഗുണമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ആധുനികത എന്ന് നാം പുറമേ പറയുന്ന ആ പ്രക്രിയക്കുള്ളിൽ വളരെ ആഴമേറിയ ചില പ്രശ്നങ്ങൾ, ഇപ്പൊ ഭരണകൂടത്തോടുള്ള ഗാന്ധിയുടെ വിമർശനം അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭരണകൂടത്തെ ഗാന്ധി വിമർശിക്കുന്നത്, മോഡേൺ സ്റ്റേറ്റിനെ ഗാന്ധി തള്ളിപ്പറയുന്നത് അത് അടിസ്ഥാനപരമായി മനുഷ്യവിരുദ്ധമാണ് എന്ന ഒരു വീക്ഷണത്തിലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, തോമസ് ഹോബ്സ് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന മോഡേൺ സ്റ്റേറ്റിനെ കുറിച്ചുള്ള സങ്കല്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, മനുഷ്യരെല്ലാം ജന്മന സ്വാർത്ഥമതികളാണെന്നും അതുകൊണ്ട് എൻ്റെ സ്വാർത്ഥത്തിൻ്റെ നിർവഹണത്തിന് ഞാനും നിങ്ങളുടെ സ്വാർത്ഥത്തിൻ്റെ നിർവഹണത്തിനായി നിങ്ങളും പരിശ്രമിക്കുമ്പോൾ മനുഷ്യ സമൂഹം എല്ലാവരും എല്ലാവർക്കും എതിരായി തീരുന്ന, ഓൾ അഗെയിൻസ്റ്റ് ഓൾ എന്ന് പറയുന്ന ഒരു പ്രാകൃതത്വത്തിലേക്ക് നീങ്ങും എന്നുമായിരുന്നു ഹോബ്സിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് നമുക്കിടയിലുള്ള ഈ സ്വാർത്ഥത്തിൻ്റെ ആവിഷ്കാരം വലിയ ശത്രുതകളും സംഘർഷങ്ങളും കലാപങ്ങളും ആകാതിരിക്കാൻ, കയോട്ടിക് ആവാതിരിക്കാൻ, നമുക്ക് മുകളിലുള്ള ഒരു ഉപരിശക്തിയെ നമ്മെ നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തുകയും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അധികാരിയായി ഈ സംവിധാനത്തെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് സ്റ്റേറ്റ്. ഈ സംവിധാനം നമുക്ക് മേലുണ്ടാക്കുന്ന ക്രമീകരണങ്ങളെയാണ് നമ്മൾ റൂൾ ഓഫ് ദി ലോ എന്ന് പറയുന്നത്, നിയമവാഴ്ച. ഗാന്ധി വളരെ ചെറിയൊരു കാര്യമാണ് ഇതിനെതിരെ പറഞ്ഞത്. മനുഷ്യരിൽ സ്വാർത്ഥം ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ സ്വാർത്ഥത്തെ പോലെ മനുഷ്യരിൽ പരിത്യാഗശേഷിയുണ്ട്, സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യലുണ്ട്.
മനുഷ്യന് പരിത്യജിക്കാൻ ശേഷിയുണ്ട്. മറ്റാർക്കോ വേണ്ടി മരിക്കാൻ പറ്റും, മറ്റാർക്കോ വേണ്ടി ത്യജിക്കാൻ പറ്റും, മറ്റാർക്കോ വേണ്ടി ജീവിക്കാൻ പറ്റും. ഇത് വലിയ രക്തസാക്ഷികൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാ സാധാരണ മനുഷ്യർക്കും പറ്റും. ഗാന്ധി പരിത്യാഗത്തിന്റെ അടയാളങ്ങളായി സാധാരണ മനുഷ്യരിൽ 2 മൂല്യങ്ങളെ കാണുന്നുണ്ട്. ഒന്ന് സ്നേഹമാണ്, മറ്റൊന്ന് വാത്സല്യമാണ്. സ്നേഹത്തിലും വാത്സല്യത്തിലും പരിത്യാഗമുണ്ട്. കുമാരനാശാൻ 23 ചണ്ടാല ഭിക്ഷുകിയിലും മൈത്രിയെ കുറിച്ച് എഴുതുമ്പോൾ ഈ ആശയം പറയുന്നുണ്ട്. അമ്മ തന്നെ ഞരമ്പിൽ തങ്ങി ചെമ്മയെ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂ അമൃതാക്കും മൈത്രി എന്ന് പറയും. അതുകൊണ്ട് മനുഷ്യരിൽ ഈ പരിത്യാഗശേഷിയുണ്ട്. ഈ പരിത്യാഗശേഷി ഉപേക്ഷിക്കാനുള്ള, തന്നെ വെടിയാനുള്ള ശേഷി മനുഷ്യരിലുണ്ട് എന്നിരിക്കെ ആ ശേഷിയെ മാനുഷികതയുടെ ആധാരമായി കാണാതെ മാനുഷികതയിലുള്ള സ്വാർത്ഥത്തെ മാനുഷികതയുടെ ആധാരമായി കണ്ടുകൊണ്ട് മനുഷ്യനെ ഒരു നിഷേധാത്മക ഗണമായി പ്രതിഷ്ഠിച്ചിട്ടാണ് തോമസ് ഹോബ്സ് ഭരണകൂട സങ്കല്പം വികസിപ്പിച്ചത്. അതുകൊണ്ട് മാനുഷികതയുടെ ഉത്തമ മൂല്യങ്ങളിലല്ല, മാനുഷികതയുടെ അധമ മൂല്യങ്ങളിലാണ് ആധുനിക ഭരണകൂടം നിലനിൽക്കുന്നത്. ഇതാണ് ഗാന്ധിയുടെ സ്റ്റേറ്റിനെതിരായ വിമർശനത്തിന്റെ കാതൽ. അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ ഗാന്ധി ഒരു ധാരണയില്ലാത്ത മനുഷ്യനായിട്ടൊന്നുമല്ല. ബിൽഗ്രാമി പറയുന്ന ഒരു കാര്യമുണ്ട്, ഗാന്ധി പ്രൊഫഷണൽ ഫിലോസഫർ അല്ല, ഒരു ഓർഗാനിക് തിങ്കറാണ്. പ്രൊഫഷണൽ ഫിലോസഫർ ഫിലോസഫിയുടെ സമ്പർക്കങ്ങളിൽ സംസാരിക്കും. ഒരു ഓർഗാനിക് തിങ്കർ ചരിത്രത്തിന്റെ നടുവിൽ ഇറങ്ങി നിന്ന് തനിക്ക് കിട്ടുന്ന തെളിച്ചങ്ങളെ ആശയങ്ങളായിട്ടും അനുഭവങ്ങളായിട്ടും പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ 5 ഘടകങ്ങൾ എടുത്താൽ ദേശീയതയുടെ മതനിരപേക്ഷവൽക്കരണം എന്ന ഘടകം, ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന ഗ്രാമീണ ജനതയെ, കർഷകരെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൂട്ടിയിണക്കിക്കൊണ്ട് ദേശമെന്ന് പറയുന്നതിലേക്ക് അവരെ കൂട്ടിയിണക്കുന്ന ഉദ്ഗ്രഥനത്തിൻ്റെ തത്വം, ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടിയുള്ള പരിശ്രമം, വർഗീയതക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത അന്തിമമായ സമരം. 1948 ജനുവരി 29 രാത്രി ഗാന്ധി മനുവിനോട് പറയുന്ന ഒരു വാക്യം, ഞാൻ രോഗബാധിതനായിട്ടോ മറ്റോ ആണ് മരിക്കുന്നതെങ്കിൽ ഞാനൊരു കപട മഹാത്മാവായിരുന്നു എന്ന് നീ ലോകത്തോട് പറയണം. മറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ എന്ന പോലെ ആരെങ്കിലും എനിക്കെതിരെ ബോംബ് എറിയുകയോ ആരെങ്കിലും എൻ്റെ മാറിന് നേരെ വെടിയുതിർക്കുകയോ ചെയ്യുകയും ചുണ്ടിലൊരു ഞരക്കം പോലും ഇല്ലാതെ രാമനാമങ്ങളോടെ ഞാനത് ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാനൊരു യഥാർത്ഥ മഹാത്മാവായിരുന്നു എന്ന് നീ ലോകത്തോട് പറയണം. ഇത് 48 ജനുവരി 29 രാത്രി 9 മണിക്കാണ്. പിന്നീട് ഗാന്ധി 20 മണിക്കൂർ മാത്രമാണ് ജീവിച്ചത്. ഗാന്ധി മരണം പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം തൻ്റെ രക്തം കൊണ്ടല്ലാതെ പിളർന്നു പോയി ഈ രാജ്യത്ത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് ഗാന്ധി ആ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ ഹിന്ദുത്വത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന്റെ പൈതൃകം, ഒപ്പം തന്നെ പടിഞ്ഞാറൻ ആധുനികതയുടെ ഉപഭോഗഭ്രാന്തിനോട്, പരിസ്ഥിതി വിരുദ്ധതയോട്, ഹിംസാത്മകമായ വ്യക്തിത്വ സങ്കല്പത്തോട്, അതിൻ്റെ രാഷ്ട്രസ്വരൂപത്തോട് ഒക്കെ ഗാന്ധി ഉയർത്തിയ വിമർശനങ്ങൾ. ഈ പ്രതലങ്ങളിലെല്ലാം ഗാന്ധി നമ്മുടെ കാലത്തോട് സംവാദശേഷിയുള്ള ഒരാളാണ്. ഈ പ്രതലങ്ങളിലെല്ലാം ഗാന്ധി സമകാലികനാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഭൂതകാല സ്മൃതിയല്ല, വർത്തമാനത്തിലെ പ്രവൃത്തിയാണ് ഗാന്ധി എന്ന് പറയാം. ഗുരുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് കൂടുതൽ പറയേണ്ടതുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഗുരുവിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഞാൻ കരുതുന്നത് ഗുരുവിൻ്റെ ചിന്താപരമായ വ്യാപ്തി ഒരുപക്ഷെ ഗാന്ധിയുടെ ഇതിനേക്കാൾ വിപുലമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഗാന്ധി പടിപടിയായി പരിണമിച്ചാണ് അവിടേക്ക് എത്തുന്നതെങ്കിൽ ഒരുപക്ഷെ ഗുരുവിൻ്റെ ചിന്തയുടെ തുടക്കത്തിൽ തന്നെ ചില അടിസ്ഥാനപരമായ വിച്ഛേദങ്ങൾ കാണാം. ഒന്ന്, ഇപ്പം മതം എന്ന് പറയുന്നത് ചരിത്രപരമായി നിലവിൽ വരുന്ന ഒന്നാണ്. സ്ഥാപന സംവിധാനങ്ങളുണ്ട്, പൗരോഹിത്യമുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിശ്വാസ വ്യവസ്ഥകൾ ഒക്കെയുണ്ട്, ദൈവസങ്കല്പങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും മതം ഇതിനെല്ലാം അപ്പുറം മാനുഷികമായ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ഒരു നൈതിക ശേഷിയാണ് എന്നത് ഗുരു ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗുരുവിൻ്റെ മത സാഹോദര്യ സങ്കല്പം എന്ന് പറയുന്നത് നാം ഔപചാരികമായി കരുതുന്നത് പോലെ വിഭിന്ന മതങ്ങൾക്കിടയിലുള്ള ഒത്തുതീർപ്പ് എന്ന നിലയിലല്ല, വിഭിന്ന മതങ്ങൾക്കിടയിൽ ഒരു അന്യോന്യ സഹിഷ്ണുത എന്ന നിലയിലല്ല, മറിച്ച് ഒരു മതം മറ്റൊരു മതവുമായി സംവാദപരമായ ചേർച്ചയിലെത്തുന്ന ഇടമുണ്ട് എന്ന് മതത്തെ ഭവപരമായി തന്നെ പുനർനിർവചിക്കുന്നുണ്ട് ഗുരു എന്ന് പറയാം.
അതായത് മതം എന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ ഒരറ്റം ദൈവശാസ്ത്രപരമാണെങ്കിൽ മറ്റേ അറ്റം അതിൻ്റെ ആചാരലോകങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിൽ സ്ഥാപന സംവിധാനങ്ങളുണ്ട്, പൗരോഹിത്യമുണ്ട്, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളിലൊന്നുമല്ല ഗുരു മതത്തെ കണ്ടത്. ഗുരു മതത്തെ കണ്ടത് ഈ ഘടകങ്ങൾക്കെല്ലാം അപ്പുറം നിൽക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ മതത്തെ ഇൻക്ലൂസീവാക്കി മാറ്റുന്ന ഒരേയൊരു ഘടകമെന്ന് പറയാവുന്ന അതിൻ്റെ എത്തിക്കൽ കോറിലേക്കാണ്, അതിൻ്റെ നൈതികമായ മൂല്യവ്യവസ്ഥയിലേക്കാണ്. അതാണ് ഗുരു സി വി കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞത്. ക്രിസ്തു മതം സ്നേഹമാണ് എന്ന് കരുതുന്നു, ഇസ്ലാം സാഹോദര്യമാണെന്ന് കരുതുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ലെന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം? അതുകൊണ്ട് മതങ്ങൾ വേറെ വേറെ ഉണ്ടെന്നല്ല ഗുരു പറയുന്നത്, മതങ്ങൾ വേറെ വേറെ ഇല്ല. എവിടെ? മതത്തിൻ്റെ നൈതിക അടിസ്ഥാനത്തിൽ. മതം ആചാരമാണെങ്കിൽ, പൗരോഹിത്യാണെങ്കിൽ, മറ്റേത് ഘടകമാണെങ്കിലും മതം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവും. ഒരു മതം മറ്റൊരു മതമായിട്ട് ചേരില്ല. പക്ഷെ മതം കാതലിലേക്ക് വന്നാൽ അത് ഒറ്റ മതമായി തീരും. ഗാന്ധിയുടേക്ക് എത്തുന്നത് താരതമ്യേന പിൽക്കാലത്താണ്. ഗുരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആത്മോപദേശ ശതകത്തിൽ തന്നെ തുടങ്ങുന്നത് ഈ പൊസിഷനിലാണ്. പല മതസാരവും ഏകം എന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിടയണം. ഇത് ചെറിയൊരു കാര്യമല്ല. മതത്തിൻ്റെ ഓണ്ടോളജിക്കൽ റീ ഇമാജിനേഷനാണ്. ഭവപരമായി തന്നെ മതത്തെ പുനർവിഭാവനം ചെയ്ത് ചരിത്രത്തിൽ നിലനിന്ന മതം, സ്ഥാപനപരമായ മതം, ദൈവശാസ്ത്രപരമായ മതം, ഇതിനും അപ്പുറത്തേക്ക് മതത്തിനൊരു പക്ഷേ ആധുനികമായി നൽകാവുന്ന ഏറ്റവും വിശാലമായ ഒരടിസ്ഥാനം നൽകിക്കൊണ്ടാണ് ഗുരു അതിനെ നൈതികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരു പക്ഷേ കേരളത്തിനും കൈവന്ന ഗുരുവിൽ നിന്ന് ലഭിച്ച ഏറ്റവും ആധുനികമെന്ന് വിളിക്കാവുന്ന ഒരു മുന്നൽ മതത്തെ സംബന്ധിക്കുന്ന ഈ പുനർവിഭാവനമാണ് എന്ന് പറയാം. രണ്ടാമത്തെ ഒരു കാര്യം ജാതിക്കെതിരായിട്ടുള്ള ഗുരുവിൻ്റെ നിശിതമായ നിലപാടാണ്. ജാതിയെ കേവലമായി വിമർശിച്ചു എന്നുള്ളതല്ല. ഇപ്പോൾ കേരളത്തിൽ ജാതി വിമർശനത്തിൻ്റെ സുദീർഘ ചരിത്രമുണ്ട്. ചാന്നാർ ലഹള മുതൽ ജാതി വിരുദ്ധതയുടെ പല വഴികൾ നമുക്കുണ്ട്. സാധുജന പരിപാലന സംഘമുണ്ട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുണ്ട്, അല്ലെങ്കിൽ വേലുക്കുട്ടിയാരേനെയും കുറുമ്പൻ ദൈവത്താനെയും അയ്യപ്പ മാഷയെയും പോലെ ധാരാളം പേർ നമുക്ക് ജാതി വിരുദ്ധമായ മാനവികതയുടെ വക്താക്കളായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഗുരുവിൻ്റെ ജാതി വിമർശനത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ അദ്ദേഹം ജാതി എന്ന സങ്കല്പത്തെ ഒരുപക്ഷെ അന്ന് നിലനിന്ന എല്ലാ അടിസ്ഥാന യുക്തികളിൽ നിന്നും മാറ്റിയിട്ട് ജാതിയെ ശാരീരികവും ഭൗതികവുമായ ഒരു തത്വത്തിലേക്ക് കൊണ്ടുവന്നു. പുണർന്നു പെറുന്നതെല്ലാം ഒരു ഇനമാണ് എന്ന്. അത് രണ്ട് നിലയിലാണ്. ഒരുപക്ഷെ ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാന്ധി വർണ്ണധർമ്മത്തിന് അനുകൂലമാണ് എന്ന് ശിഷ്യന്മാർ പറയുന്ന സമയത്ത് ഗുരു പറയുന്ന ഒരു കാര്യം, അത് ഗുണകർമ്മങ്ങൾക്ക് അധിഷ്ഠിതമാണ് വർണ്ണം എന്ന തത്വത്തെ മുൻനിർത്തി ആയിരിക്കാം ഗാന്ധി അതിനെ പിന്തുണയ്ക്കുന്നത്. പക്ഷെ ഗുണകർമ്മങ്ങൾക്ക് സ്ഥായിത്വമില്ലല്ലോ. ഗാന്ധി ഗുരു ഉന്നയിക്കുന്നൊരു ചോദ്യമാണ്. ഗുണകർമ്മങ്ങൾക്ക് സ്ഥായിത്വമൊന്നുമില്ല. ബ്രാഹ്മണൻ്റേതെന്ന് വിളിക്കപ്പെട്ട പ്രവൃത്തിയിൽ മാത്രം ഏർപ്പെട്ട ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. ക്ഷത്രിയ വൃത്തിയിൽ മാത്രം ഏർപ്പെട്ട ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് തന്നെ നാനാതരം ഗുണകർമ്മങ്ങൾ കൂടിക്കലർന്നതാണ്. അതുകൊണ്ട് ഗുണകർമ്മങ്ങളുടെ സ്ഥായിത്വത്തിൻ്റെ അഭാവം വർണ്ണത്തെ അസാധ്യമാക്കുന്നു എന്ന് വർണ്ണത്തെ തത്വചിന്താപരമായി നിഷേധിച്ച ഒരാളാണ് ഗുരു എന്ന് നമുക്ക് ഗുരുവിൽ കാണാൻ പറ്റും. ഇതുപോലെ ജാതിയെ ജാതി ശ്രേണിയുടെ പല തട്ടുകൾ എന്ന നിലയിലൊന്നുമല്ല, ഏറ്റവും ആധുനികമായ അർത്ഥത്തിൽ ഗുരുവിൻ്റെ ചിന്തയിൽ നോക്കിയാൽ നമ്മൾ കാണുന്നത് ആത്മാവിനെ കുറിച്ചും മതത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന സമയത്ത് ഗുരു എന്താ പറയുക, അത് അമൂർത്തമായ പദാവലികളിൽ സങ്കല്പന രൂപത്തിലാണ് പറയുന്നതെങ്കിൽ ജാതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗുരു അമൂർത്തമായ ഒരു പദാവലി ഉപയോഗിക്കുന്നില്ല. വളരെ മൂർത്തമായ ശരീരത്തിലേക്ക് ഗുരു മടങ്ങുന്നു. പുണർന്നു പെറുന്നതെല്ലാം ഒരു ഇനമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നതിന് ശേഷം പറയുന്നത് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്നാണ്. ഇങ്ങനെ ശരീരം എന്ന അടിസ്ഥാന ഘടകത്തിൽ നിന്ന് ജാതിയെക്കുറിച്ചുള്ള തൻ്റെ
ആശയത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ജാതി നിരാകരണത്തിന് ചരിത്രപരമായ വലിയ അതിൽ നിന്ന് സാഹോദര്യം എന്ന മൂല്യത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടാണ് ഗുരു തൻ്റെ ആശയത്തെ അവതരിപ്പിച്ചത്. ഇതുപോലെ തന്നെ സമയമായി എന്നാണ് പറയുന്നത്. 5 മിനിറ്റ് ആയില്ല. അപ്പോൾ ഞാൻ 5 മിനിറ്റ് കൊണ്ടുകൂടി ഇത് അവസാനിപ്പിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് പറഞ്ഞു തീർക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ജാതി നിരാകരണത്തിൻ്റെ ഈ യുക്തിയെ നമ്മൾ ശരീരപരമായി അവതരിപ്പിക്കുകയും ശരീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജാതി എന്ന സങ്കല്പത്തെ ഉയർത്തുകയും ചെയ്തതോടെ ഏറ്റവും ആധുനികമായ ഒരു ഉള്ളടക്കത്തിലേക്ക് ജാതി വിമർശനത്തെ അദ്ദേഹം കൊണ്ടുപോവുകയും ഇവിടെ വെച്ച് സാഹോദര്യം എന്നതിനെ, ഒരുപക്ഷെ ജനാധിപത്യത്തിൻ്റെ ഹൃദയ തത്വം എന്ന് അംബേദ്കർ എല്ലാം വിശദീകരിച്ച സാഹോദര്യത്തെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അത് ഗുരുവിൽ വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന ആത്മാപര സങ്കല്പമാണ്. ആ പോയിന്റിൽ എത്തുന്ന സമയത്ത് ആധുനികതയുടെ അടിസ്ഥാനപരമായ ഒരു പരാധീനതയെ ഗുരു മറികടക്കുന്നുണ്ട്. കാരണം ആധുനികത മനുഷ്യനെ നിർവചിച്ചതിൽ തന്നെ ഒരു തരത്തിലൊരു ഫാസിസ്റ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പിൽക്കാലത്ത് പല ചിന്തകരും പറയുന്നുണ്ട്. ലെവിനാസിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് എക്സ്ക്ലൂഷൻ ഓഫ് ദ അതർ, അപരത്തിൻ്റെ നിരാകരണം വഴി നിലവിൽ വരുന്ന ആത്മം എന്ന സങ്കല്പം. ഗുരുവിലാകട്ടെ അപരത്തിൻ്റെ സ്വാംശീകരണം വഴി, അപരോന്മുഖത വഴി, അപരപ്രിയ ഹേതുത്വം വഴി മാത്രം സാധ്യമാകുന്ന ആത്മം എന്ന സങ്കല്പമാണുള്ളത്. അപരപ്രിയ ഹേതുവായിരിക്കുക എന്നത് ആത്മസംസ്ഥാപനത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമായി ഒരു കാണുകയുണ്ടായി. ഇങ്ങനെ മതത്തെ സംബന്ധിച്ചും ജാതിയെ സംബന്ധിച്ചും ആത്മബോധത്തെ സംബന്ധിച്ചും സാഹോദര്യത്തെ സംബന്ധിച്ചും ദൈവഭാവനയെ സംബന്ധിച്ചും ഈ എല്ലാ തലങ്ങളിലും ആധുനികമെന്ന് വിളിക്കാവുന്ന ഒരു നൈതിക പ്രതലത്തിലേക്ക് കേരളീയ ജീവിതത്തെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ പ്രതലങ്ങളോടും ഏതെങ്കിലും ഒരു വഴിയിലല്ല, സന്യാസത്തിൻ്റെ ഒരു വഴി ഒരു ഭാഗത്തുള്ള സമയത്ത് ഭൗതിക പ്രയോഗങ്ങളുടെ വ്യവസായത്തിൻ്റെ ധാരാളം പ്രവൃത്തികൾ ഗുരു മറുഭാഗത്തും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ പല ഘടകങ്ങളുണ്ട്, അവയെല്ലാം ചേർന്ന് പ്രവർത്തിക്കണം എന്നതുപോലെ ആധ്യാത്മികവും ഭൗതികവും ചേർന്ന ജീവിതം കൊണ്ട് മനുഷ്യ ജീവിതം ഫലവത്താവും എന്ന് ഗുരു പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പക്ഷേ ജീവിതം എന്ന് പറയുന്ന വിപുലമായൊരു വ്യവഹാരത്തെ നോക്കിക്കാണാൻ പര്യാപ്തമായ ആധുനികമായ ഒരു നൈതിക അടിസ്ഥാനം കേരളത്തിന് നൽകി എന്നതാണ് ഗുരുവിൽ നിന്ന് നമുക്ക് കൈവരുന്ന ഏറ്റവും വലിയ പാരമ്പര്യം. അതുകൊണ്ട് ഗാന്ധിയിൽ നിന്നും ഗുരുവിൽ നിന്നും ഇവർക്കിടയിൽ അകലങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിശ്ചയമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും അവരവരുടേതായ പരിമിതികളുമുണ്ട്. ആ പരിമിതികളെല്ലാം നിലനിൽക്കെ തന്നെ ഈ പറഞ്ഞ അടിസ്ഥാന മൂല്യങ്ങൾ നമ്മുടെ കാലത്ത് തുടരുന്ന ശക്തിയായും ഒരുപക്ഷെ അവരുടെ കാലത്തേക്കാൾ നമ്മുടെ കാലത്തിന് ആവശ്യമുള്ള ചില മൂല്യങ്ങളായും അവരുടെ ജീവിതത്തെ മാറ്റി തീർക്കുന്നുണ്ട്. അതിനെ സംശീകരിക്കാൻ നമുക്ക് എത്ര